അപ്പൊ ജഗതി ചേട്ടൻ വന്ന് വീഴും. ഞാൻ എന്റെ ചോദ്യം മാത്രം മതി, എന്റെ മറുപടി വേണ്ടായോ? ഞാൻ കോഴിക്കോട്ട് ഒരു ഷൂട്ടിങ് കഴിഞ്ഞേച്ച് എറണാകുളത്ത് പോകുന്ന വഴിക്ക് അവിടെ കയറി ഒരു സീൻ അഭിനയിച്ചിട്ട് അങ്ങോട്ട് പോയത് ആ പടം. എനിക്ക് അതിനകത്ത് വ്യക്തമായ ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ഓൺ ദ വേ ആ പടം എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാനാ ചെയ്ത വ്യൂഹം. ഇതിന് വിളിച്ചപ്പം ഞാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സോറി ചേട്ടാ സംഗീതം. ഞാൻ ഒരു ദിവസം വൈകുന്നേരം പോയി, രാത്രി ആ പാട്ടിന്റെ കുറച്ച് ബിറ്റ് എടുത്തു. പകൽ ആ സീൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി. ഒരു ദിവസം എത്ര സിനിമയുടെ ലൊക്കേഷനിൽ പോവും? 4-5 സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പക്ഷെ ചേച്ചി ആ യോധയിൽ നിറഞ്ഞു നിൽക്കും പോലെ ഉണ്ട് ആ ഒരൊറ്റ സീനില്. യോധയിൽ ആ സീക്വൻസ് ഒന്ന് ചെയ്ത് കാണിക്കോ? എന്റെ കൂടെ ഞാൻ ആരെ വിളിക്കാം? ആരും വരില്ല. വിളിച്ചു എന്നെയാ? അപ്പൊ ആ സമയത്ത് ഈ ജഗതി ചേട്ടൻ ഇല്ലി വെട്ടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഇല്ലിയായിട്ട് ഇത് പറഞ്ഞ ആ അമ്മയായിട്ട് നമുക്ക് ശ്രീവിദ്യ വിളിക്കാം. എവിടെ പോകുന്നു? ഒന്നുകൂടെ ചേട്ടാ. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം, എന്റെ തെറ്റാ ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. കാല് പിടിക്കാൻ ചേച്ചി പോകരുത്. ഇവൾ ഒറ്റ ഒരുത്തുകാരം കൊണ്ട് എഡിറ്റർക്ക് ഓരോ ദിവസം ശമ്പളം കൂടുക. എവിടെ പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് വന്നതാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പൂട്ടിനെ കാണാൻ. എന്തിനാടി എന്നെ കാണണേ? അത് അപ്പൂട്ടിനെ അറിയത്തില്ലേ? എന്നെ കാണാൻ നിനക്ക് ഞാൻ ഡയലോഗ് മറന്നു നിൽക്കാന്ന് അറിയില്ലല്ലേ? എന്നിട്ടാണോടി കബഡി കളിയിൽ എങ്ങനെയോ അശോകൻ ജയിച്ചപ്പോ അവിടെ കിടന്ന് നീ ഉറഞ്ഞു തുള്ളുന്ന കണ്ടല്ലോ. അയ്യോ, ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര വലിയ തെറ്റാണോ? ഒന്നുമില്ല, എന്റെ അമ്മായിയുടെ മോനല്ലേ. എന്റെ അമ്മായിയുടെ മോനാണെങ്കിൽ നീ എന്നാ അവിടെ കെട്ടറി? പിന്നെ ഇഷ്ടമുള്ളതല്ലേ നീ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം നീ എന്തിനാ പെണ്ണെ ഇവൻ എങ്ങനെ ചുണ്ടി പിടിപ്പിക്കുന്നേ? ദേഷ്യം വരുമ്പോഴും തോക്കുമ്പോഴും അപ്പോഴുടെ മോൻ കാണാൻ നല്ല ചേല അമ്മായി. ഇങ്ങനെ കാണിക്കും. ടി വിയിൽ ഇനി യോധ സിനിമ വരുമ്പോ ചേച്ചി മാറ്റിക്കളയരുത്. ഇത്